ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ രാധികാമ്മ രാവിലെ തന്നെ പോകുവാണ് വിജയലക്ഷ്മിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാംഗ്ലൂർ വിജയലക്ഷ്മി അങ്ങ് ഭയങ്കര തിരക്കിലാട്ടോ. പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി തിരക്ക് പിടിച്ചിട്ടിങ്ങനെ പോകുമായിരിക്കും. അപ്പോൾ ആ സമയത്താണ് രാധികാമ്മ വരുന്നത്. ചോദിക്കേണ്ടത്, നീ എന്തിനാ എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നത്? ഗീതുവിനെ വെച്ചിട്ട് ഒരു തുറുപ്പ് ചീട്ടാക്കിയിട്ട് നീ എനിക്കെതിരെ കളിക്കുമല്ലേ, കണ്ണനെ എന്നെ അകറ്റാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, അതെ, അതിനു വേണ്ടി തന്നെയാണ് എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ പറഞ്ഞിട്ട് ഒരിക്കലും എൻ്റെ കുടുംബത്തിലേക്ക് വരരുത്, വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയും. വിജയലക്ഷ്മി പറയും, നീ എന്താ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല, നിന്നെക്കാളും ഇപ്പോൾ ആൾക്കാരും ആൾബലവും കരുത്തും ഒക്കെ 100 ഇരട്ടി എനിക്കുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല രാധിക എന്നിങ്ങനെ പറയുവാണ്. രാധികാമ്മക്ക് ആകെ തോറ്റ് തുന്നം പാടിയിട്ടാട്ടോ തിരിച്ചു വരുന്നത്. ഇവിടെയാണെങ്കിലോ ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞു, നീ ഗീതുവും കൂടി ഒപ്പിട്ടാൽ മതി. പക്ഷേ ഗീതു ആണെങ്കിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം നിൽക്കുവാണ്. ഗീതു പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഗോവിന്ദിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദ് അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഗോവിന്ദിന് തന്നെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങും കേട്ടോ, ഒരിക്കലും ഗീതു കള്ളം പറയില്ല. അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും. അങ്ങനെ ഗോവിന്ദ് മനസ്സിലാക്കുകയാണ് ഗീതു പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്നുള്ള ഒരു സത്യം. അതോടുകൂടി തന്നെ ഗോവിന്ദ് രാധികാമ്മേനെയും വരുണിനെയൊക്കെ കുറച്ച് നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദിന് മനസ്സിലാവും ഇവർക്ക് എന്തൊക്കെയോ കള്ളത്തരവും കാര്യങ്ങളുണ്ടെന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗീതു മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, രാധികാമ്മക്ക് വരുണിനേക്കാളും ഇഷ്ടം ഗോവിന്ദിനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ ഗോവിന്ദ് രാധികാമ്മനെ പറഞ്ഞു വിടത്തൊന്നുമില്ല. എന്തായാലും അവിടെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നടക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. എന്തായാലും ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ റിവ്യൂ ആയിട്ട് ഇടാം. ഇങ്ങനെ റിവ്യൂ ഇടുമ്പോഴേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ കുറച്ച് നാൾ ഇങ്ങനെ ഇട്ടേ പറ്റൂ. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെയാണ്. നമ്മൾ വോയിസ് ഓവർ എടുക്കാൻ പാടില്ല, നമ്മൾ ആരാണോ എന്താണോ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ വീഡിയോ ഇടണം എന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ഉടനെ തന്നെ വീഡിയോ പഴയ പോലെ ഇടാം. പ്ലീസ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് പരമാവധി ഒന്ന് കുറച്ചിട്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ബോഡി ഷെയ്മിങ്ങും നെഗറ്റീവ് കമൻറ്റ്സൊന്നും ഇടാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത് വല്ലാതെ വിഷമിപ്പിക്കും നമ്മളെ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.